എറണാകുളത്തെ DCC നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ KPCC മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു. DCCയുടെ തീരുമാനം ഏകാധിപത്യപരമാണെന്നും അജയ് തറയിൽ കുറ്റപ്പെടുത്തി. ദീപ്തിയെ വെട്ടാനുള്ള അജണ്ടയാണ് നടന്നതെന്നും അജയ് തറയിൽ പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. ഈ കൗൺസിലർമാരുടെ സമ്മർദ്ദങ്ങളും ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഫോൺ വിളികളും അവർ പറയുന്ന ആളെ പിന്തുണക്കണമെന്ന അഭ്യർത്ഥനകളുമായി വളരെയേറെ കൗൺസിലർമാരെ സ്വാധീനിക്കാനുള്ള മൂവ്മെന്റ് ഉണ്ടായി. കോർ കമ്മിറ്റി കൂടിയില്ല. കോർ കമ്മിറ്റിയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂരിപക്ഷം ഞാൻ പറയുന്നപ്പോഴും എനിക്ക് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ നല്ലൊരു ഭൂരിപക്ഷമുള്ള ആളെ അല്ല മേയറാക്കിയിരിക്കുന്നത്. അപ്പോൾ KPCCയുടെ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചിരിക്കുന്നു. ഈ ടൈ വന്നാൽ മാത്രമാണ് പങ്കുവെക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു ടൈമില്ല. എന്നിട്ട് ഭൂരിപക്ഷമുള്ള ആളെ ആക്കാതെ അല്ലാത്ത ആളെ ആക്കിയിരിക്കുന്നു. വളരെ വിചിത്രമായ നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ഒരു എത്തിക്സും ഇല്ലാതെ, ഒരു മാനദണ്ഡവുമില്ലാതെ ഈ മേയർഷിപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്ന ശക്തമായ പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ദീപ്തി മേരിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ നടപടി എടുക്കാൻ വേണ്ടി തന്നെ ആസൂത്രിതമായ ഒരു ശ്രമം ഇവിടെ നടന്നിരിക്കുന്നു. അത് വളരെ നീതിയുക്തമല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ദീപ്തിക്ക് ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഗ്രൂപ്പില്ലല്ലോ. ഞങ്ങൾ നെഹ്റു കുടുംബത്തോടൊപ്പം നിൽക്കുന്നവരാണ്, രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. ഞങ്ങൾ അവരെ എതിർത്തില്ല. ആ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിടിച്ചേക്കാമായിരുന്നു. പക്ഷേ ഈ കൊച്ചി കോർപ്പറേഷൻ സ്ഥിതി അത് മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന സംശയമുണ്ട്. അത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.